2800-2800 പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ആർക്കും അറിയാം. എൻ്റെ മ്യൂസിക്കിൽ യേശുദാസ് ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ജയേന്ദ്രൻ പാടിയിട്ടുണ്ട്, ചിത്ര ഒരു 10-20 പാട്ട് പാടിയിട്ടുണ്ട്, സുജാത പാടിയിട്ടുണ്ട്, മധുമാർഷൻ പാടിയിട്ടുണ്ട്, ബിജു നാരായണൻ പാടിയിട്ടുണ്ട്, ഉണ്ണിമേനോൻ പാടിയിട്ടുണ്ട്. മിക്ക ആൾക്കാരും എൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളറിയാം. ആദ്യം ഞാനും പാടുന്നു. മാനത്തൊരോരത്ത് ഓർമ്മത്തൻ ചാരത്ത് ദൂരത്തൊരമ്പിളി നോക്കി നിന്നു, പാലൊത്ത ചേലൊത്ത നോക്കിൻ നിലാവായൻ മൺകുടിൽ മുറ്റത്ത് തിരി തെളിച്ചു, എന്തിനു പിന്നെ നീ ഒന്നും മിണ്ടാതെ കാർമുകിൽ തുമ്പാൽ മുഖം മറച്ചു. പ്രോഗ്രാം കഴിയുമ്പം മാഷെ 5 ഉറുപ്യ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഓർക്കസ്ട്രക്കാർക്ക് വേണ്ടി മാത്രമേ പറഞ്ഞത്. എനിക്കോ അവനോ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, പ്രതിഫലം പറഞ്ഞില്ല. കാരണം അറിയുന്ന ആൾക്കാരാണ്. ഇതിന് അവസരം ഞാൻ ആ ഒരു ഗാനമേളയ്ക്ക് എന്ത് ചെയ്താൽ അറിയോ, എൻ്റെ കഴുത്തത്തെ മാല ഊരിയിട്ട് ഓർക്കസ്ട്രക്കാർ കൊടുത്തു. എനിക്ക് എൻ്റെ റിക്വസ്റ്റ് എന്താ അറിയോ, സുനിൽ ആണ് പെണ്ണ് അല്ലേ, മെയിൽ ഫീമെയിൽ പാടാറില്ലല്ലോ, അങ്ങനെയുള്ളൊരു പാട്ട് പാടിയാൽ എന്താ അറിയോ, അത് രസമായിരിക്കും. ശ്രമിക്കാം. അപ്പോൾ കാരണം കേൾക്കുന്ന ആൾക്കാരും ഇയാൾ രണ്ടും പാടും എന്നറിയട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അതിൽ ശങ്കർ, നളിനി, ഞാൻ 3 ക്യാരക്ടർ. ഞാൻ വില്ലനാണ്. പക്ഷേ നമസ്കാരം. നമസ്കാരമാണ്. ഏതായാലും ഇതൊരു വലിയൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ളൊരു എന്താ പറയേണ്ടത് എനിക്കറിയുന്നില്ല. അത്രയും വലിയൊരു സന്തോഷത്തിലാണ്. കാരണം ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും അറിയണ്ടായിരിക്കും, പണ്ട് കാലത്ത് കോട്ടക്കൽ ശിവദാസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയുന്നത് ശിവദാസ് മാഷ്, കോട്ടക്കൽ ശിവദാസ് അങ്ങനെയായിരുന്നു. പിന്നെയാണ് ശിവദാസ് മാഷ് മലപ്പുറത്തോട്ട് വരുന്നത്, ശിവദാസ് വാര്യർ. അദ്ദേഹം ഒരുപാട് കാലം ദൂരദർശനിലും അങ്ങനെ പല പല മേഖലയിലും വർക്ക് ചെയ്ത ഒരാളാണ്. അല്ല മാഷേ, അഭിനേതാവായിട്ടും പ്രോഗ്രാം ചെയ്തു, അഭിനേതാവായിട്ടും ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ. സന്തോഷം. അതൊക്കെ കാരണം എന്നെ സംബന്ധിച്ച് അതൊക്കെ കാരണം ഒരു ഗുരു ആ ഒരു ലെവലിൽ പോകുന്നത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് കാരണം കൂടുതൽ അറിയുന്നുണ്ടായിരിക്കില്ല. കാരണം മലപ്പുറത്തിൻ്റെ കൾച്ചർ നമ്മൾക്ക് അറിയാലോ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു സംഗീതജ്ഞൻ, അത് അഭിനേതാവ്, ഇങ്ങനെയൊക്കെ പലർക്കും അറിയില്ല. ഇപ്പം ഞാൻ നാളെ തന്നെ ഒരാളെ പരിചയപ്പെട്ടിട്ട് നമ്മളെ വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. അത് എന്തറിയോ, നമ്മളെ കൊട്ടിഘോഷിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ്, താല്പര്യമില്ല. സുനിൽ പിന്നെ പണ്ട് പാട്ട് പഠിക്കാൻ വന്ന കാലത്ത്, അതിന് ശേഷം പിന്നെ സുനിൽ പോയതിനു ശേഷം എനിക്ക് അധികം കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേ ഗ്യാപ്പ് വന്നുപോയി. തീർച്ചയായിട്ടും. ഏതായാലും ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ഇപ്പം സജീവമായിട്ട് തന്നെ ഉണ്ടല്ലോ. സംഗീതം ചെയ്യുന്നുണ്ട്, കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഇടയ്ക്ക് അഭിനയിക്കുന്നുണ്ട്. സിനിമ ഇപ്പം അടുത്ത് ഒരു പടത്തിൽ, പിന്നെ ഒരു തമിഴും മലയാളം ഹിന്ദിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതിൽ സിദ്ധവേൽ എന്ന് പറഞ്ഞൊരു സിനിമ, അതിലൊരു പള്ളിയിലച്ഛൻ്റെ വേഷം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മിഥുൻ വർമ്മയാണ് അതിൻ്റെ പിന്നെ ഡയറക്ടർ. മിഥുൻ വർമ്മ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് എനിക്ക് പണ്ട്
കുറേ കണക്ഷനുള്ള ആളാണ്. അദ്ദേഹം പണ്ടൊരു സിനിമ ചെയ്തിരുന്നു, അതിൽ ശങ്കർ, നളിനി, ഞാൻ 3 ക്യാരക്ടർ. ഞാൻ വില്ലനാണ്, ശങ്കർ നായകൻ, നളിനി തമിഴ്നാട് നടിയില്ലേ. അതെ അതെ അതെ. ശങ്കർ നമ്മൾ ഒരു തലയിൽ രാഗത്തിന് ശേഷം വന്നൊരു പടം. അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേരായിരുന്നു അതിൽ മെയിനായിട്ട്. അപ്പം അത് ചെയ്തിരുന്നത് ഈ മിഥുൻ്റെ അച്ഛനാണ്, മുകുന്ദൻ മാഷ് എന്ന് പറയും. അന്നൊക്കെ ഈ കുട്ടിയായിരുന്നു ഇയാൾ, ആര്, നമ്മളെ മിഥുൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം വന്നപ്പം അദ്ദേഹം നമ്മളെ വിളിച്ചു. അത് അദ്ദേഹത്തിന് നല്ല മനസ്സ് എന്ന് കൂട്ടിയാൽ മതി. ഞാനത്തെ ഈ അവസരം ചോദിച്ച് പോകാറൊന്നുമില്ല, അറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും കണക്ഷനും മുള്ള ആരെങ്കിലും വിളിച്ചാൽ പോവും, ഇല്ല അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്നൊരു, അങ്ങനെയാണത് സംഭവം. ഇപ്പം മാഷപ്പ അവസരം ചോദിച്ചു പോയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ ചോദിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പം മാഷ എവിടെയോ എത്തിയേനെ അല്ലേ? പക്ഷെ എന്നോട് പലരും പറയും, നിങ്ങളൊന്നും ഇവിടെ എത്തേണ്ട ആളല്ല പറയും. അപ്പം ഞാൻ പറയും, ഞാൻ ഇപ്പോഴെവിടെയാണോ അവിടെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളെ കണക്കൂട്ടിലാണ്, അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ഇപ്പം സുനിലും കുറേ ഗാനമേളകളും ആയിട്ടും അല്ലേ പല സ്ഥലത്തും പോയിട്ട് കൊണ്ടതുകൊണ്ട് ഗൾഫിലൊക്കെ വർക്കാറുണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. 14 വർഷം ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ പ്രോഗ്രാമിനെന്ന് പറഞ്ഞാൽ പോയതാണ്, പക്ഷേ അവിടെ ഹോട്ടലിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെ എല്ലാ നൈറ്റ് ക്ലബിലും സിംഗേഴ്സ് വേണമല്ലോ, പാട്ടും ഡാൻസും എല്ലാം വേണം. പിന്നെ സുനിലിന് വേറെ ഗുണമുണ്ട്. സുനിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും വോയിസ് എടുക്കുന്നതുകൊണ്ട് ഇനി വേറൊരു പെൺകുട്ടി കൂടെ പാടാൻ വേണ്ട. പക്ഷെ അതൊരു അത് ഓഡിയൻസിന് ഒരു അത്ഭുതമാണ്. 2 വോയിസിൽ പാടുമ്പം പിന്നെ അത് ആൾക്കാർ രസമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ അല്ലേ അനുഭവം ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ച ആ സമയത്താണ് ആദ്യമായിട്ട് ഓർക്കസ്ട്രയിൽ പാടുന്നത്. അതായത് നമ്മൾ മലപ്പുറം വലിയ പള്ളിയുണ്ടല്ലോ, ആ പള്ളീൻ്റെ വെഞ്ചരിപ്പിനായിരുന്നു അന്ന് പാടിയിരുന്ന. അന്ന് ഇറങ്ങിയ ഹിറ്റ് ഗാനം എന്ന് പറഞ്ഞാൽ ആഡിയോ വാക്കാറ്റായിരുന്നു. അത് അന്ന് എനിക്ക് ഈ വോയിസേ ഉള്ളൂ കേട്ടോ, അന്ന് മെയിൽ വോയിസിലോട്ട് കടന്നിട്ടില്ല. അന്ന് മുതൽ പിന്നെ അതൊരു പെരങ്കാട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ മാഷ വിശേഷങ്ങൾ വേറെ എന്തൊക്കെയാണ് നമ്മളുടെ ഇപ്പം അടുത്ത് ചെയ്ത ആൽബം വർക്കുകൾ? ഇപ്പം ഇതിനു മുമ്പേ കുറച്ച് മുമ്പേ ഒരു 1-ാം സാക്ഷി എന്നൊരു പടം ചെയ്തു, പടത്തിൽ സംഗീതം ചെയ്തു. അത് പിന്നെ വിനോദ് മണാശ്ശേരി അദ്ദേഹമാണ് അതിൻ്റെ. അത് ഞാൻ സുനിൽ ശ്രീധരൻ്റെ കാര്യം മുമ്പേ അദ്ദേഹം ഒരു പടം ചെയ്തിട്ടായാലും ഞാനൊരു ഡാൻസറായിട്ട് അഭിനയിച്ചിരുന്നു. ഓഹോ, ഡാൻസറും പാട്ടും. അതല്ല, അപ്പോൾ ശരിക്കും മാഷ് ഇത് ഡാൻസിലും? ഞാൻ പണ്ട് കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എന്ത് വേഷം നിന്നാലും അതൊന്ന് പയറ്റി നോക്കാൻ ഭയമില്ല. പക്ഷെ കിട്ടണമല്ലോ. നമ്മൾ പല ആൾക്കാരുടെ അടുത്തും ചെന്ന് കെഞ്ചിയെ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ കെഞ്ചുന്നവരാണ് അവസരം മേടിച്ച് പോകുന്നു ചെയ്യുന്നത്. ഞാൻ പോകാത്തതുകൊണ്ട് അതൊരു എനിക്ക് അഹംഭാവം എന്നല്ല. പക്ഷേ ഇപ്പം സുനിലിനെ പരിചയപ്പെട്ടു. സുനിലൊരു ഡയറക്ടറാണ് ചോദിച്ചത്, നല്ല പരിചയമുണ്ട്. അപ്പം എനിക്കൊരു അവസരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആൾക്ക് അവസരം കൊടുക്കണമെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാകും. അതായത് പല നിബന്ധന ഇതുണ്ടാവും. പല മറ്റേ ആൾക്കാർ അത് പാടില്ല അത് പാടില്ലൊക്കെ പറയും. അപ്പം നമ്മൾ ചോദിക്കുമ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമാവരുത് വെച്ചിട്ട് ചോദിക്കില്ല. മാത്രമല്ല അലോഗ്യം പോവോ? ഇപ്പം ഹരിഹരൻ സാർ എന്ന് പറഞ്ഞാൽ പിന്നെ പരിണയത്തിൽ എനിക്ക് നല്ലൊരു വേഷം തന്നതാണ്. അത് പിന്നെ പറയാം. അതും പണ്ട് മദ്രാസിൽ ഞാൻ അദ്ദേഹത്തിന് പണ്ട് ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സിനിമ കമ്പം വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി ആലോചിച്ച് പോയതാണ്. അന്ന് വൈഫൊന്നും സമ്മതിച്ചിരുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗ്ഗമല്ലേ ജോലി എന്ന് പറഞ്ഞാൽ. അത് വേണ്ടാന്ന് വെച്ചിട്ട്, പക്ഷെ വൈഫ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുട്ടികൾ പട്ടിണിയാവില്ല. അപ്പം ജോലി വേണ്ട അവസാനം സമ്മതിച്ചിട്ടാണ് പോയത്. ഇന്ന് മദ്രാസിൽ പോവാണ്. അങ്ങനെയാണ് കുറേ ഡയറക്ടേഴ്സിനെ പരിചയപ്പെടുക. അതിൽ ഈ ഹരിഹരൻ സാറിനെ പരിചയപ്പെട്ടതും ഹരിശേരൻ പറഞ്ഞു ഇപ്പൊക്ക് വർക്കൊന്നുമില്ല, വർക്ക് വരുമ്പോൾ വിളിക്കാമെന്ന്. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് പിന്നെ കോട്ടയ്ക്കുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാനേജർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുടെ വരുന്നുണ്ട് ഹരിഹരൻ സാറിൻ്റെ, ഷൊർണൂർ ഇവിടെ വരണം, എന്താ ടി വിയിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെന്ന് കണ്ട ഉടനെ തന്നെ വാരിയർ അല്ലേ എന്ന് ചോദിച്ചിട്ട് സാർ ഇങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ വിജയൻ അവരുണ്ട്. അപ്പോൾ എനിക്ക് തേങ്ങൽ വന്നുപോയി. കാരണം അന്ന് കണ്ട ആൾ പെട്ടെന്ന് ഓർത്തിട്ട് എന്നെ വിളിച്ചില്ലേ. അപ്പം അദ്ദേഹത്തെ എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് തന്നെയാണ് അദ്ദേഹമാണ്. അദ്ദേഹം നല്ലൊരു വേഷം എനിക്ക് തന്നത്. എന്നിട്ട് പോലും ആ വേഷം വെച്ചിട്ട് ഞാൻ വേറെ ശ്രമിച്ചില്ല എന്നതാണ്. അത് എൻ്റെ കുഴപ്പങ്ങളാണ്. എൻ്റെ സാധനത്തൊക്കെ കണ്ടു തരും. അതിന് മുമ്പ് ഞാൻ സ്വാമി ശ്രീനാരായണഗുരു അഭിനയിച്ചു നായകനായിട്ട്. ഈ പത്രത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ അയക്കും, ആപ്ലിക്കേഷൻ അയക്കും. എല്ലാത്തിനും പോവും, എല്ലാത്തിനും സെലക്ഷൻ കിട്ടും. അന്ന് ഞാൻ കുറച്ചും കൂടെ ചൊങ്കനായിരുന്നു, കുറച്ച് തടിച്ചിട്ട് വെളുത്തിട്ട് നല്ല മുടിയൊക്കെ ആയിട്ട് ചൊങ്കനായിരുന്നു. അപ്പം
എന്തിലും സെലക്ഷൻ ഉണ്ട്, മിക്കവാറും നായകനായിട്ടായിരിക്കും. പക്ഷെ അവർ അത് കഴിഞ്ഞാൽ പറയും കുറച്ച് സാമ്പത്തികം, ഒരു 25,000 റുപ്യക്ക് വലിയ സംഖ്യയാണ്, 10-30 കൊല്ലം മുന്നെയാണ്. ഒരു 25,000 റുപ്യ നിങ്ങൾ തരണം, പടം റിലീസായിട്ട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാമെന്ന് ഞങ്ങൾ പോരും, പിന്നെ ആ വഴിക്ക് പോവില്ല. അന്നൊക്കെ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താം. ഇപ്പം വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ കാര്യം നോക്കുന്ന ആൾക്കാരെയായിരുന്നു. പക്ഷെ നമ്മൾക്ക് അന്നും ഇത്തരം കാര്യങ്ങളോട് ശരിയല്ല തോന്നുന്ന കാര്യങ്ങൾ വിട്ടു നിൽക്കുന്ന ഒരു ടെൻഡൻസി ഇരിക്കുന്നത് അത് ഇപ്പോഴും ഉണ്ട്. ശരീരത്തെ കണ്ടാൽ അപ്പം നമ്മൾ തിരിച്ചു പറയും. പിന്നെ മാഷ എനിക്ക് കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാഷും മ്യൂസിക് രംഗത്തുണ്ട്, ഞാനും ഇപ്പോൾ ജീവിച്ചു പോകുന്നത് ഈ രംഗത്ത് തന്നെയാണ്. അതെ. പക്ഷെ അന്നും ഇന്നും തമ്മിൽ, കാരണം നമ്മൾ ഒരുപാട് മാഷും ഞാനും നമ്മൾ ഓർക്കസ്ട്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാഷ് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, കുറേ കാലം മുമ്പ് കുറേ ഭക്തിഗാനങ്ങളായിട്ടും ഓർക്കസ്ട്രയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മൾക്ക്? അതെ അതെ അതെ. അപ്പം അങ്ങനെ പാടുമ്പോൾ അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിലും വളരെ വ്യത്യാസം തോന്നുന്നില്ല. ഇപ്പോൾ ഒരു പ്രോഗ്രാമിനും പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എന്തും ആവാന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും. കാരണം ശ്രുതിയും വേണ്ട, താളും വേണ്ട. ഇതിപ്പോൾ ഒരു സ്കെയില് ഒരു GS സ്കെയിലാണെങ്കിൽ അത് മൂളാൻ പോലും ഒരു സിംഗേഴ്സിന് അറിയില്ല എന്നുള്ളതാണ്. എന്തറിയോ, നമ്മൾ സാഹചര്യം മാറുന്നു, മെൻറ്റാലിറ്റി മാറുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളൊരു മസ്റ്റാണ്. നമ്മളതിനെപ്പറ്റി പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം ഞാനും പണ്ട് കുറേ ഗാനങ്ങൾക്ക് പോയിരുന്നു, വിളിക്കും, എന്നിട്ട് അവസാനം പറഞ്ഞ പൈസ അവർ തരില്ല. അപ്പം എനിക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു ഗാനവിളക്ക് എവിടെയാ പറയുന്നില്ല, പറഞ്ഞാൽ അവരെ ഇൻസൾട്ടായി പോയില്ലേ. എന്നിട്ട് പറഞ്ഞ റേറ്റ് എൻ്റെ പൈസ ഒന്നും ചോദിച്ചില്ല. എൻ്റെ ഏട്ടൻ്റെ മോനെ അരുൺ ഗോവൻ, അപ്പം നിങ്ങൾ മോനെയും കൂട്ടിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗാനവിളക്ക്. അപ്പം അവർക്ക് അന്ന് ഐഡിയ സ്റ്റാറിൽ അവൻ പിന്നെ വർക്ക് ചെയ്യുമ്പം പേരുണ്ടല്ലോ, അപ്പോൾ ആ പേരിൽ അവർക്ക് ഒന്ന് ഇവനെ കിട്ടണം. പക്ഷേ നേരിട്ട് പറഞ്ഞാൽ അവൻ പൈസ, അവനൊക്കെ റേറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്നോട് പറഞ്ഞാൽ എൻ്റെ മോനെ പോലെയല്ലേ, ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ കൂട്ടിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് അവിടെ എത്തിയിട്ട് പ്രോഗ്രാം കഴിയുമ്പം മാഷെ 5 റുപ്യ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഓർക്കസ്ട്രക്കാർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്, എനിക്കോ അവനോ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, പ്രതിഫലം പറഞ്ഞില്ല. കാരണം അറിയുന്ന ആൾക്കാരാണ്. ഇതിന് അവസാനം ഞാൻ ആ ഒരു ഗാനമേളയ്ക്ക് എന്ത് ചെയ്താൽ അറിയോ, എൻ്റെ കഴുത്തത്തെ മാല ഊരിയിട്ട് ഓർക്കസ്ട്രക്കാർ കൊടുത്തു, ഇത് വിറ്റിട്ട് നിങ്ങൾ ബാക്കി എടുത്തിട്ട് പൈസ തന്നുള്ളൂ. കാരണം ഇവർ തന്ന പൈസ തന്നില്ല, ഇവർ മുന്നിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ചമ്മിയിരിക്കുക എന്നല്ലാണ്ട് ഇങ്ങനെയാണ് ആൾക്കാർ. പിന്നെ ഗാനമേള കിട്ടുമ്പോൾ ഒന്നും ഞാൻ പോവില്ല. എന്തിനാ പിന്നെ രാത്രി 12 മണി 1 മണിക്കൊക്കെ ഉറക്കൊഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇന്നങ്ങനെ അറിയാം, ഇന്ന് ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല, ഈ കുറച്ച് പേരുള്ള ആൾക്കാർ ഐഡിയ സ്റ്റാറിൽ ഇങ്ങനെ ഇപ്പം റിയാലിറ്റി ഷോസ് കുറേ ഉണ്ട്, അതിൽ 2 പാട്ട് പാടി കഴിഞ്ഞാൽ അവർ വലിയ ആൾക്കാരായി, അവർ പറയുന്ന പൈസ അവർ കൊടുക്കാം. അവരെക്കാളും നന്നായിട്ട് പാടുന്ന ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, അവർ പാടുന്നതൊന്നും കൊടുക്കില്ല. അപ്പം ഇവർക്ക് പേരേ വേണ്ടു. അതെ അതെ. അപ്പം അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ, അപ്പം മടുക്കും. ഇത്തരം കുറച്ച് കഴിവുള്ള ആൾക്കാർ മാറിക്കും, അല്ലാത്തവരെ ഇടിച്ചു കയറും. കഴിവില്ലാത്തവരാണ് അധികം ഒരാളെ ചവിട്ടി കീറുന്നത്, കഴിവില്ലാത്തവരാണ് എൻ്റെ അഭിപ്രായത്തിലാണ്. മറ്റൊരു അടങ്ങിയിരിക്കും, അവർക്ക് പിന്നെ അവസരം ഉണ്ടാവില്ല. പിന്നെ ചെറിയ നല്ല ഇപ്പം പറഞ്ഞ പോലെ ഹരി സാർ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനെ പോലുള്ള ആൾക്കാർ, നല്ല ആൾക്കാരുണ്ടാവും, അവർ ഇന്ന ആൾ വിളിക്കുകയല്ലേ, അത്തരം വർക്കാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അതെ അതെ. പാട്ടാണെങ്കിലും എല്ലാം. പക്ഷേ ഞാൻ 1-2 വർക്ക് എൻ്റെ ഒരു ഭക്തിഗാനത്തിൻ്റെ 1-2 കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ ഗംഭീരം തന്നെ പറയാനുള്ളൂ. പാട്ട് തന്നെ 2,800ഓളം പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ആർക്കെങ്കിലും അറിയോ? എൻ്റെ മ്യൂസിക്കിൽ യേശുദാസ് ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ജയേന്ദ്രൻ പാടിയിട്ടുണ്ട്, ചിത്ര ഒരു 10-20ഓളം പാട്ട് പാടിയിട്ടുണ്ട്, സുജാത പാടിയിട്ടുണ്ട്, മധുമാർഷൻ പാടിയിട്ടുണ്ട്, ബിജു നാരായണൻ പാടിയിട്ടുണ്ട്, ഉണ്ണിമേനോൻ പാടിയിട്ടുണ്ട്. മിക്ക ആൾക്കാരും എൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ അറിയാം, ഞാനും പാടുന്നു. പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും പറയും ഒരു 2 പാട്ട് മറ്റേ മധുമാർഷൻ പാടിക്കോട്ടെ, ബാക്കി 2 നിങ്ങൾ പാടിക്കോളി, അങ്ങനെ പറഞ്ഞിട്ട് ചിലർ പറയും നിങ്ങൾ മാത്രം പാടിക്കോളി എന്ന് പറയും. എന്താണോ അവർ പറയുന്നത് അത് നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല, ഇത്രയൊക്കെ അറിയപ്പെട്ടിട്ടും അത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ട് പോലും നമ്മളെ നാട്ടിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ കാര്യമൊന്നുമില്ല. ഈ അറിയപ്പെടെ എന്തായാലും നമ്മളാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബന്ധുക്കൾക്ക് മാത്രമേ അതിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ഒന്ന് വരും. പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പം ചില ആൾക്കാർ വിളിക്കും, വാർഷികം, മരിച്ചു കഴിഞ്ഞാൽ ചരമദിനം, അതിന് 1 വർഷം കഴിഞ്ഞാൽ ഒരു ഓർമ്മിക്കലുണ്ടല്ലോ, അങ്ങനെ 1-2 കൊല്ലം ഓർമ്മിക്കും ആൾക്കാർ. ആ ഓർമ്മിക്കുന്ന നാളെ ഒരു വർക്കിന് ഒരു പാട്ടുകാരൻ മരിച്ചിട്ട് അയാളുടെ പേരിൽ ഒരു ഓർമ്മ ദിനം എന്നിട്ട് വിളിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ച ഉടനെ തന്നെ ജയേട്ടൻ മരിച്ച ഉടനെ തന്നെ ഒരാഴ്ച അനുശോചനം. എന്നിട്ട് അവിടെ വന്നിട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർക്ക് അവർക്ക് പാടുക ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു, എനിക്ക് പാടാൻ പറ്റില്ല, കാരണം അദ്ദേഹമായിട്ട് എനിക്ക് അത്രയും
ടച്ച് ഉണ്ട്. അപ്പം അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാട്ടും പാടി ആഘോഷിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 2 വർത്തമാനം പറഞ്ഞു, നിങ്ങൾ വിളിച്ചുകൊണ്ട് അതിപ്പം ഞാൻ പാടുന്നില്ല പറഞ്ഞു. അപ്പം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ഓ ഇയാൾ വലിയ ഡിമാൻഡാക്കുക അല്ല, എങ്ങനെയാ അപ്പം പാടാൻ തോന്നുക. അതുപോലെ മാമുക്കോയ ഞാൻ പിന്നെ ആലഞ്ചേരി തമ്പ്രാക്കൾ അഭിനയിക്കുമ്പോൾ അദ്ദേഹമായിട്ട് നല്ല ടച്ചിലാണ്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ പൊട്ടത്തമാശ എന്ന് പറഞ്ഞ ആളല്ല, നല്ല പാട്ട് സെൻസിലൊക്കെ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടായി. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വിതുമ്പിപ്പോയി, കാരണം അത്രയും നല്ല ആത്മാർത്ഥമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരും എന്തിൻ്റെയും പേരിൽ അവനവൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി ആൾക്കാർക്ക് പൊതുവേ ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ നമുക്കൊരു ഇഷ്ടക്കേടാണ്. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നേ ഉള്ളൂ. അല്ല, ഏതായാലും ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ മാഷ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് കാലമായി മാഷ് ഒരു 2 വരി കേട്ടിട്ട് 2 വരി പാടാവല്ലേ, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. അതെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദാസേട്ടന് വേണ്ടിയിട്ട്, ദാസേട്ടൻ 84ാം പിറന്നാളിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്തു. അത് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അനീഷ് നായർ, ആസ്ട്രേലിയയിലുള്ള ആളാണ്, അരീക്കോട്ടുകാരനാണ്. അപ്പം അതിൻ്റെ ഫംഗ്ഷൻ ദാസേട്ടൻ പാടി. അതിൻ്റെ ഫംഗ്ഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനമൊക്കെ. അപ്പം ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ, ഇദ്ദേഹം ദാസേട്ടൻ ഈ സ്ക്രീനിലും വരും. എൻ്റെ പാട്ടുണ്ട്. ആ പാട്ട് എൻ്റെ ഒരു 4 വരി പാടല്ലേ? ആദ്യം അനുകൂല വേട. മാനത്തൊരോരത്ത് ഓർമ്മത്തൻ ചാരത്ത് ദൂരത്തൊരമ്പിളി നോക്കി നിന്നു, പാലൊത്ത ചേലൊത്ത നോക്കിൻ നിലാവായൻ മൺകുടിൽ മുറ്റത്ത് തിരി തെളിച്ചു. എന്തിനു പിന്നെ നീ ഒന്നും മിണ്ടാതെ കാർമുകിൽ തുമ്പാൽ മുഖം മറച്ചു. തനിച്ചൊന്നു കാണാൻ കൊതിച്ചു നിൻ മനസ്സിൻ്റെ ഉമ്മറക്കോണിൽ ഞാൻ വന്നു നിന്നു. മൗനത്തിൻ തഴുതിട്ട വാതിലിൻ പിന്നിൽ നീ എന്തിനു മുഖം കുനിച്ചൊളിച്ചിരുന്നു, എന്തിനു മുഖം കുനിച്ചൊളിച്ചിരുന്നു എൻ്റെ പാട്ടാണ്. എനിക്ക് മറന്നു, ഈ വാക്ക് പറഞ്ഞു, അതാണ് പോയത്. നന്നായി, അത് നന്നായിട്ട് പോയിട്ടുണ്ട്. അത് അദ്ദേഹം വീഡിയോ ചെയ്യാൻ ഇവർക്കും അവകാശം, പാട്ട് തരങ്കണി എടുത്തു. സുനിലിന്റെ പാട്ടും കേട്ട് ഞാൻ കുറേ കേട്ടോ, കാരണം പണ്ട് പാട്ട് പഠിക്കുന്ന കാലത്ത് കേട്ടാ, പിന്നെ ഏതോ ഒരു ഗാനമേളൊക്കെ കേട്ടതാണ്. അല്ല, അന്ന് പാട്ട് പഠിക്കുന്ന സമയത്ത് ഇവിടെ 1 ക്ലാസ്സിന് വന്നാൽ 2 ക്ലാസ്സിന് വരില്ല, അങ്ങനെയായിരുന്നു. അന്നും പ്രോഗ്രാമുള്ള സമയമായിരുന്നല്ലോ. അപ്പോഴും ഞാൻ ചീത്ത പറയും, നിങ്ങൾ പാട്ട് പഠിക്കാൻ വരുമ്പോൾ ചിട്ടയായിട്ട് വരും. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുട്ടികൾ. ആണോ? അപ്പം കുറേ കാലമായി സുനിലിൻ്റെ പാട്ട് കേട്ടിട്ട്. അപ്പം ഈ സമയത്ത് ഇങ്ങനെ സമയമായതുകൊണ്ട് സുനിലിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ റിക്വസ്റ്റ് എന്താ അറിയാം, സുനിൽ ആണ് പെണ്ണ് അല്ലേ, മെയിൽ ഫീമെയിൽ പാടാറില്ലല്ലോ, അങ്ങനെയുള്ളൊരു പാട്ട് പാടിയാൽ എന്താ അറിയാം, അത് രസമായിരിക്കും. ശ്രമിക്കാം അപ്പോൾ. കാരണം അങ്ങനെ ഫീമെയിൽ പാടിയിട്ടും ഒരുപാടായി, കാരണം ഇപ്പോൾ വേദികൾ കൂടുതലില്ല. അല്ല, നമ്മളിപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോ ഒന്നുമില്ല. അപ്പം നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ ഒരു ചെയ്യുമ്പം പാടും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, മറവി ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ലൈഫാണ്, ആ ലൈവിൻ്റെ ലൈഫാണ്. അതെ അതെ. അപ്പോൾ ഒരു സത്യത്തിൽ ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഫീമെയിൽ സോങ് ആണ്. അത് 2 അങ്ങനെ പാടാം, കുഴപ്പമില്ലല്ലോ. ഇല്ല, കാരണം കേൾക്കുന്ന ആൾക്കാരും ഇയാൾ 2ഉം പാടും എന്നറിയട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാന
മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഗാനമായിരിക്കും. അതെ ബാബുരാജ് മാഷുടെ അതെ അതെ അതെ. പാട്ടല്ലേ? ഏതായത് കേൾക്കുന്നവര് ഇത് മെയിൽ വോയിസിൽ പാടിയോണ്ട് എന്നോട് ക്ഷമിക്കുക. അങ്ങനെ പറയരുത്. പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇപ്പം മാഷെ നേരിട്ട് കണ്ടുകൊണ്ട് പെട്ടെന്ന് കണ്ടുകൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പറയാം, ഞാൻ വേണമെങ്കിൽ പറയാം. ഈ സംഗീത സംവിധാനം ചെയ്യുന്നതുകൊണ്ടേ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സംഗീതം ചെയ്യാൻ കാരണമുണ്ട്. പണ്ട് കാലത്ത് അത് പറയാമല്ലോ അല്ലേ? പണ്ട് കാലത്ത് ഞാൻ പിന്നെ പാടാൻ കുറേ കൊതിച്ചിട്ട് പല ആൾക്കാരെയും കണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മ്യൂസിക് ഡയറക്ടർ. അന്ന് ഞാൻ ദൂരദർശനിൽ പാടാറുണ്ട്. ദൂരദർശനിൽ ഓഡിഷനൊക്കെ പാസ്സായി. അപ്പം പാടാൻ പോകുമ്പോൾ സമയത്ത് തിരിച്ച് ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ കാണാൻ പോയി. അപ്പം ചെന്ന് പറഞ്ഞു, ആരാ എന്താ ചോദിച്ചു. അപ്പം ഞാൻ ഹിൻഡ് തരുന്നില്ല ആരാന്ന്, കാരണം അത് ഇൻസൾട്ടായി പോകും. അപ്പം ഞാൻ ദൂരദർശനിൽ, എൻ്റെ പേര് ശിവദാസ് എന്നാണ്, കോട്ടക്കലാണ്. അന്ന് ഞാൻ കോട്ടക്കലാണ് താമസിക്കുന്നത്. കോട്ടക്കൽ ആരീശ്വർ വർക്ക് ചെയ്യാം. കോട്ടക്കൽ ഞാൻ ദൂരദർശനിൽ പാടാൻ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സാറിനൊന്ന് വന്ന് കണ്ടിട്ട് എനിക്ക് പാടണം മോഹമുണ്ട് സിനിമയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓഹോ അപ്പോൾ ദൂരദർശനിൽ വന്നുകൊണ്ട് എന്നെ കാണാൻ വന്നതാണ് അല്ലേ, പിന്നെ വരൂ എന്ന് പറഞ്ഞു. അവനു അല്ല എൻ്റെ വോയിസ് ഒന്ന് കേൾക്കുമോ? അതൊക്കെ കേൾക്കാം, പിന്നെ എപ്പോഴെങ്കിലും വരൂ, ഇപ്പോൾ സമയമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നെയാണ് എനിക്ക് തോന്നിയത്, അയ്യോ ദൂരദർശനിൽ വന്നിട്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വന്ന് കണ്ടതാണ്. നേരെ അദ്ദേഹത്തിന് ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ട് കോട്ടയ്ക്ക് നിന്ന് ഒരാളെന്നൊക്കെ അറിയുന്നത്, പക്ഷേ എൻ്റെ പാട്ട് കേൾക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരിക്കാം എന്ന് കരുതി എന്തെങ്കിലും തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം വീട്ടിൽ പോയി. അപ്പോൾ ഒരു ചമ്മൽ തിരിച്ചു പോന്നു. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു ഡയറക്ടറെ കാണാൻ പോയി, പാടാൻ പറഞ്ഞു. അപ്പോൾ ഒരു കീർത്തനം പാടാൻ, ഇപ്പോൾ ഉദയ രവി ചന്ദ്രികയിൽ ഒരു കീർത്തനമൊക്കെ പാടി, എന്തെന്നേ ചിന്ന സഗമ പനി സനി ഭവക ആരേ, ഇച്ചിരി രാവൊക്കെ വിസ്തരിച്ചിട്ട് എന്തെന്നേ ചിന്ന എന്ത ജോ ചിന്ന എന്തെന്നേ അങ്ങനെ പാടി. ഓ നന്നായിട്ട് നല്ല വോയിസൊക്കെയാണ് ഒക്കെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ പാടുക എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സമ്മതിക്കണം, ഡയറക്ടർ സമ്മതിക്കണം, മ്യൂസിക് ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ. പിന്നെ കുറേ റിസ്ക്കുകളുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറഞ്ഞു. റിസ്ക്കുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇപ്പോൾ റിസ്ക്കാണോ എന്നെ കൊണ്ട് പാടിപ്പിച്ചു വെച്ചാൽ എന്താ ഇപ്പോൾ റിസ്ക്? കുറേ കാര്യങ്ങളുണ്ട്. റെക്കോർഡിങ് എക്സ്പെൻസ് വരുന്നുണ്ട്, നല്ലൊരു എക്സ്പെൻസ് വരും. പിന്നെ കൂടുതലുള്ള ആളുകളൊക്കെ അവർ പ്രീതിപ്പെടുത്തണം. അപ്പോൾ അതിൻ്റേതായൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ സാർ, നേരെ ഞാൻ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം, ഞാൻ അപ്പിൻ്റെ ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മനസ്സിലായി, പൈസ വേണം. ഇത് പറഞ്ഞാൽ പലരും നമ്മളെ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. അപ്പം ജീവിച്ചിരിക്കാത്ത ഒരാളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാമല്ലോ എന്ന്, ഇത് ഞാൻ വേറൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഒരാൾ വേണ്ട മരിച്ചു പോയല്ലോ നിങ്ങൾക്ക് പറഞ്ഞു. പക്ഷെ അതാണ് സത്യാവസ്ഥ. അപ്പം ഞാൻ അന്ന് കരുതി എന്തുകൊണ്ട് എനിക്കും ഈ പണി ആയിക്കൂടാ. അങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മൾ പരത്തുള്ളി രവീന്ദ്രനുണ്ട്, രവീന്ദ്രേട്ടൻ എൻ്റെ സുഹൃത്താണ്, നല്ലൊരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ. അദ്ദേഹം കണ്ണൂർ രാജമാഷയുടെ മ്യൂസിക്കിൽ കുറച്ച് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു ഒരു 10 പാട്ട് എഴുതരും. എന്ത് പാട്ടാണ് വേണ്ടത്? എന്ത് പാട്ടാണ് ചെയ്തോളൂ, എന്നാൽ ഭക്തിഗാനായാലോ ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 10 പാട്ട് എഴുതുന്നു. അങ്ങനെ ആ പാട്ട് എനിക്ക് കിട്ടി. ഞാനായിരുന്നു ട്യൂൺ ചെയ്തിട്ട് ഞാൻ തന്നെ ഉള്ള പൈസ ഒക്കെ എടുത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അത് റെക്കോർഡ് സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി. അന്ന് എൻ്റെ മോള് ശാശ്വതി, അവളും ഇപ്പം പാട്ടുകാരിയാണ് കേട്ടോ, അവളും കുട്ടികളെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മോൻ നിതാന്ത്, അവനും പാട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവൻ പാട്ടിൻ്റെ വഴിയെ വരാത്തതുകൊണ്ട്, പക്ഷേ അവന് ആ പാട്ട് സെൻസൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ പാട്ട് അന്ന് കോഴിക്കോട് ഒരു മനോജിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, അദ്ദേഹം മരിച്ചു. കോഴിക്കോട് എവിടെയൊന്നും നടക്കാവില്ല. അപ്പോൾ അവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് 10 പാട്ട് പാടി. ഞാൻ തന്നെ ട്യൂൺ ചെയ്തല്ലേ, പറ്റിയ പാടാമല്ലോ. ചെറിയ ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ വീണ്ടും അത് പാടാനുള്ളൊരു സാമ്പത്തികമൊന്നും നമുക്കില്ല. അപ്പോൾ അത് പാടിയിട്ട് അത് ഞാൻ പിന്നെ അന്നൊരു പ്രഗത്ഭ പ്രശസ്തരായ കമ്പനിക്കാരുണ്ടായിരുന്നു എറണാകുളത്ത്, അത് ഞാൻ കൊണ്ടുചെന്നു. കാസറ്റ് കമ്പനിക്കാർ, അന്ന് കാസറ്റാണല്ലോ.
അപ്പോൾ അവർ പറഞ്ഞു, അവർ എനിക്ക് ചിലവായതിനേക്കാളും കുറഞ്ഞ പൈസയാണ് പറഞ്ഞത്. അപ്പം അന്ന് എനിക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നുമില്ല, ഇങ്ങനെ ആയാൽ നാളെ അങ്ങനെ ആവാം എന്നുള്ള വികടബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് അത് 4000 റുപ്യ കുറവാണ് എന്ന് പറഞ്ഞിട്ട് 6000 റുപ്യ ആയിട്ട് അയാൾ തരാറുണ്ട്. അന്നേക്ക് 10 റുപ്യ ആയിട്ട് ചിലവായിട്ടുണ്ട്, കാരണം ഓർക്കസ്ട്രക്കാർക്ക് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അവസാനത്ത് ഞാൻ വേറെ ആർക്കോ കൊടുത്തിട്ട് അത് എങ്ങും എത്തിയില്ല പാട്ട്. പക്ഷേ ആ പാട്ട് അതിൽ പാട്ടുണ്ട്, തുളസി പൂവേ നീ ചൊല്ലു കഴിഞ്ഞ ജന്മം നീ ചെയ്ത പുണ്യം എന്തെന്നോട് ചൊല്ലു എന്ന പാട്ടുണ്ട്, ദിജാവന്തി രാഗത്തിൽ. അങ്ങനെ 10 പാട്ടും 10 രാഗത്തിൽ ചെയ്തു. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇത് പാട്ട് ഞാൻ വേറൊരു ഡയറക്ടർ ഒരു കാലത്ത് സിനിമയെ പാടുന്നിട്ട് ഞാൻ ഈ പാട്ട് വേറൊരു മ്യൂസിക് ഡയറക്ടറെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം വെച്ചു അസലായിട്ടല്ലോ, വേറൊരു ചാൻസ് ചോദിച്ച് ഞാൻ വേറൊരു ഡയറക്ടർക്ക് പോയിട്ടുണ്ട്, അതും ആരാ പറയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു നന്നായിട്ടല്ലോ, ഇത് ഏത് രാഗം? അപ്പം ഞാൻ ദിജാവന്തി. ഇതാരെ ട്യൂൺ ചെയ്ത്? ഞാൻ ട്യൂൺ ചെയ്തതാണ് വലിയ ക്യാമറ പറഞ്ഞപ്പോൾ. അപ്പോൾ തനിക്ക് തന്നെ ട്യൂൺ ചെയ്യും പാടും ചെയ്യും. അപ്പോൾ താൻ എൻ്റെ അടുത്ത് വന്ന ഓഹോ അബദ്ധമായി പോയി. ഞാനെല്ലാം ട്യൂൺ ചെയ്ത് പറഞ്ഞ, പക്ഷേ അദ്ദേഹം എനിക്ക് ചാൻസ് തന്നിരുന്നു. അതിനുശേഷം ഞാൻ ഒരാളെടുത്തിട്ടും പോയിട്ടില്ല. പക്ഷേ ഈ പാട്ട് ട്യൂൺ ചെയ്യാൻ ഒരു മിടുക്ക് ഞാൻ ദൂരദർശനിൽ കോളേജ് പഠിക്കുന്ന കാലത്ത്, PhD പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫ്രണ്ടുണ്ട് ബാലകൃഷ്ണൻ പന്താരങ്ങാടി, പരപ്പനാടിക്കാരനാണ്. അദ്ദേഹം എഴുതിയിട്ട് വിശ്വകലാശില്പികളെ, അതായത് കോളേജിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തു, ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ട്. വിശ്വകലാശില്പികളെ വിരുന്നൊരുക്കൂ, വിസ്മൃതി തൻ ഭാണ്ഡങ്ങൾ അഴിച്ചു വെക്കൂ. അത് ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സുനിലിനെ അറിയാലേ, ഇപ്പം ഞാൻ പാടുമ്പോൾ സുനിൽ മൂളുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് ഈ പാട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ പാട്ടിന് എനിക്ക് കോളേജിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് 2nd കിട്ടി. ഫസ്റ്റ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്. അവർ അന്ന് ബോങ്കോസ്, ഹാർമോണിയം, പിന്നെ തബല, 2-3 ഇൻസ്ട്രുമെൻസ് കണ്ടു. അപ്പോൾ ഇൻസ്ട്രുമെൻസിന് മാർക്കുണ്ട്. ഞങ്ങൾക്ക് ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല, കോളേജിൽ ആരും ഇൻസ്ട്രുമെൻസ് വാങ്ങിയൊന്നുമില്ല, ഞങ്ങൾ വായ്പാട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും ആ പാട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു ധൈര്യമുണ്ട് സംഗീതം ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഇപ്പോൾ 2000-2000 പാട്ടിന് സംഗീതം ചെയ്തു. കുറേ ആൾക്കാർ പാടി അല്ലേ. അപ്പം അതുകൊണ്ട് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ വിളിക്കൂല, കാരണം ഒരു പട്ടിക്ക് കണ്ട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ, ഒരു പട്ടി കണ്ടുകൂടാ പറയില്ലേ. ഇദ്ദേഹം എന്നെ കടത്തി വിട്ടോ എന്നുള്ള ചിന്ത മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ. ഒരു അരീക്കോട് ശ്രീകുമാർ ഇതിന് അടുത്ത കാലത്ത് എന്നോടൊരു പാട്ട് പാടിച്ചു. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചിന്തയില്ല. അങ്ങനത്തെ ചിന്തയില്ലാത്ത ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതാണ് ഈ സിനിമാ രംഗത്തും അഭിനയ രംഗത്തും ഡയറക്ഷൻ രംഗത്തൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ കണ്ടുമുട്ടുക എന്നാണ് നമുക്ക് റിസ്ക്. അതെ, മാഷ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ കുറച്ച് ഒരു 10-20 കൊല്ലം മുമ്പാണ് ഒരു അഖില എന്ന് പറഞ്ഞ പടം. ആ പടം ഏതാ? അഖില. ആ പടം പുറലോകം കണ്ടതുമില്ല കേട്ടോ. അപ്പോൾ അതിന് അന്ന് ട്രാക്ക് പാടുന്നത് തന്നെ MG സാറിന് വേണ്ടിയിട്ട് 1-2 ട്രാക്കൊക്കെ പാടി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു തൻ്റെ പാട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഇത്ര സംഖ്യ പറഞ്ഞു. അന്ന് 25,000, കാരണം 25 രൂപ നമ്മുടെ കയ്യിലൊന്നും എടുക്കാനില്ല. ആ ഒരു സമയമാണ്. 25,000 രൂപ കൊണ്ട് കൊടുക്കാൻ വെച്ചാൽ ഒരു പാട്ട് തൻ്റെ പാട്ട് അതിലിടാം. നമ്മൾക്ക് എവിടുന്ന് എങ്കിലേ, കാരണം ഈ സംഗീതം ഈ ഫീൽഡിൽ പോകുന്നുണ്ട്. വീട്ടിലാർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു അത് അന്നും അതെ, ഇന്ന്. പക്ഷെ മക്കളൊക്കെ പിന്നെ ഈ ഫീലാണ്ട് കുഴപ്പമില്ല. അന്ന് പറയാ അങ്ങനത്തെ അന്ന് കാശുണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തെങ്കിൽ അവസരം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാനും വയ്യ. കാരണം ഒരു കാലത്ത് ദാസേട്ടൻ, ജയേന്ദ്രൻ, ബ്രഹ്മാനന്ദൻ അവർ ഇല്ലാതെ, യേശുദാസ് ഇല്ലാണ്ട് സിനിമ ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല, ഏതെങ്കിലും കുട്ടികൾ മതി പാടാൻ. അത് പാട്ടിന് ഒരു ഐഡൻറ്റിറ്റി വേണ്ട. പക്ഷേ പാട്ടിലൊക്കെ ഹിറ്റാവുന്നുണ്ട്. കാരണം പുതിയ കുട്ടികൾ അത് ഇങ്ങനെ മൂളി, എൻ്റെ മോളുടെ കുട്ടിയൊക്കെ യുക്ത അങ്ങനെയുണ്ട്, ഓരോ പാട്ടും മൂളി കേൾക്കണം. ഒന്നും മനസ്സിലാവില്ല, വാക്കുപോലും മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അവർക്കൊക്കെ നമ്മൾ ഈ എന്താ പറയുക, വല്ല ചിത്രശിലാപാളികൾ കൊണ്ടുവന്ന് പറഞ്ഞ അച്ഛൻ്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. ഇതാണ് സ്ഥിതി. അപ്പം ഒരു കാലം മാറുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല പക്ഷെ മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ, കാരണം
ചില കുട്ടികൾ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ആരും മുന്നേ പോയിട്ട് കൈകൊക്കും. നല്ല കഴിവുള്ള കാരണം അത്ര ബോൺ ഇവരൊക്കെ എവിടെ എത്തുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇത് ചാനലുകാരുടെ ഒരു പ്രോഗ്രാമായിട്ടേ ഉള്ളൂ. അത്രേ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനല്ല, അവർക്കൊരു പ്രോഗ്രാം കിട്ടാനുള്ളതാണ്. അതങ്ങനെയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും ചാനലുകാർക്ക് ജീവിക്കണ്ടേ, സത്യം നിന്ന് പോണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പം പക്ഷേ ഈ കുട്ടികൾക്ക് പേരാവുന്നു, അവർക്ക് ഗാനമേളയായിട്ടോ എന്തെങ്കിലും കിട്ടുന്നു അവർക്കും അങ്ങനെ. പക്ഷേ അന്നൊക്കെ ഇപ്പം ഈ അരുൺ ഗോപനെ പാടിയ കാലത്ത് പാടുന്ന കുറേ കുട്ടികൾ അവരെ ആരും കേൾക്കുന്നില്ല. ഈ 2-3 കുട്ടികൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഏറിയ ഒരു വർഷം ഉണ്ടായിരിക്കും അവരുടെ അവിടെ പ്രോഗ്രാം ഇവിടെ പ്രോഗ്രാം. അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ വരുന്നു. അവഗണനകൾ ധാരാളമാണ്. അതെ അതെ അല്ലേ? അല്ല, പക്ഷേ നമ്മളിപ്പോൾ മാഷ്ക്ക് എത്രയോ കാലം മുമ്പുള്ളായിരിക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഫോണില്ല, ടൈപ്പ് റെക്കോർഡർ ഇല്ല, TV ഇല്ല. കാരണം ഇപ്പോഴൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് വേണമെങ്കിലും മൊബൈലിലൊന്നും അമർത്തി കഴിഞ്ഞാൽ സാധനം എല്ലാം കിട്ടി. അത് എട്ട് സെറ്റ് കാര്യങ്ങളിട്ട് അന്നൊരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും വല്ല വിവിധ ഭാരതിയോ അല്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുക്കത്താ എൻ്റെ ജന്മനാട്. മുക്കത്ത് ഒരു PC ടാക്കീസ് ഉണ്ട്. ഞങ്ങള് അമ്മയുടെ വീട് നമ്മളെ BP മൊയ്തീനൊക്കെ ഇല്ലേ, നമ്മളെ സിനിമ എന്താ ഇപ്പൊ ഉണ്ടായിരുന്ന സിനിമ ഉണ്ടല്ലോ, മുക്കത്തെ ഒരു സിനിമ. അതെ അതെ അതെ, എൻ്റെ മൊയ്തീൻ. ഈ മൊയ്തീൻ അദ്ദേഹം ഒക്കെ എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടാണ്. ഈ ഇരുകവിഞ്ഞിപ്പുഴ അക്കരെ അമ്മയുടെ വീട് കിഴക്കേപ്പാട്ട് വാര്യം, ഇക്കരെ അച്ഛൻ്റെ വീട് കക്കടവത്ത് വാര്യം. അപ്പം എൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഈ PC ടാക്കീസ് അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ PC ടാക്കീസ്. അപ്പം അവിടുന്ന് കേൾക്കുന്ന ഒരു 5-6 പാട്ടാണ് നമുക്ക് അന്നറിയാം. അത് ഇവിടെ കേൾക്കും, വീട്ടിലേക്കും. അപ്പം അന്നിപ്പോൾ ഈ പറഞ്ഞ റേഡിയോ ഒന്നും വീട്ടിലില്ല. പിന്നെ എൻ്റെ അമ്മാവൻ്റെ പിന്നെ മോളെ ഭർത്താവുണ്ട്, കുഞ്ഞിരാമേട്ടൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു റേഡിയോ, മർഫി റേഡിയോ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നത് പണ്ടത്തെ. അങ്ങനെയൊക്കെയാണ് പിന്നെ പാട്ട് കേൾക്കുന്നത്. അപ്പം ഈ പാട്ട് ഈ 1-2 പാട്ട്, അന്നത്തെ പാട്ട് എന്താ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, അതൊക്കെ. പക്ഷേ 1-ാം ക്ലാസ് മുതൽക്ക് ഞാൻ പാടിയിരുന്നു. അപ്പം മിക്ക സ്ഥലത്ത് ഈ പാട്ട പാടെ എത്രക്കാരോ 2-4 പാട്ടറിയുള്ളൂ, അതിന് പൈസയും കിട്ടും. അപ്പം അത് വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയന്യേ, അല്ലേ? പാടും. ചിത്തത്തിലെന്നും ഇല്ല മതകവ്യാമോഹമൊന്നും. അതെ, അങ്ങനത്തെ പാട്ടിലൊക്കെ എന്ത് രസ പാട്ടൊക്കെ. അതെ അതെ അതെ. പിന്നെ കിളിവാതിലിൽ അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അന്ന് മാഷ് പറഞ്ഞ പോലെ അന്ന് ചെറിയ ശബ്ദത്തിലല്ലേ പാടുന്നത്. അത് തീർത്ഥാടകരേ യാത്രികരേ തീരം തേടി പോണവരേ തിരകളിലമരും നീർപ്പോളകളുടെ തീർത്ഥം വാങ്ങി മടങ്ങൂ. നല്ലൊരു ഗാനമായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്, സിനിമയിൽ സംഗീതം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സാമ്പത്തികം കുറച്ച് ഞെരുക്കത്തിലാണ്. അപ്പം നിങ്ങൾ ശിവദാസൻ ചെയ്തു വെച്ച എന്തെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ അത് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു ആൽബം ചെയ്തുകൊണ്ട് ശരിക്കും, അതായത് നമ്മളെ പ്രദീപ് ഇല്ലേ, ഇവിടെ SBTയിൽ വർക്ക് ചെയ്യുന്ന, മലപ്പുറത്ത് SBTയിൽ വർക്ക് ചെയ്യുന്ന പ്രദീപ് മേനോൻ. അദ്ദേഹം പിന്നെ ഒരു 5-8 പാട്ട്, അതായത് ജോഷ്ന, ഞാൻ, പിന്നെ വിധു പ്രതാപ്, പിന്നെ വേണുഗോപാൽ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ 4 പേരും പാടിയുണ്ട്. ആരും പറയാതൻ, നല്ല കവിതയാ. ആത്മാവിൻ ചൊടികളിൽ ആരോ മുരളിക തന്നു, ഒച്ചയുണ്ടാക്കാതെ മെല്ലെ കടന്നെൻ്റെ കൊച്ചു സ്വപ്നങ്ങളിൽ വന്നു. ഇങ്ങനെ പാട്ടുണ്ട്, നല്ല കവിതയാണ്.